നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണ്. മുട്ടക്കറി എന്ന് പറയാം, അല്ലെന്നുണ്ടെങ്കിൽ മുട്ടക്കുറുമ എന്ന് പറയാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഉള്ളി വഴറ്റിയൊന്നും സമയം കളയേണ്ട ആവശ്യമില്ല. മാക്സിമം ഒരു 10 മുതൽ 12 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ഇതിൽ വളരെ കുറച്ച് മസാലകൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് പുട്ട്, അപ്പം, ഇടിയപ്പം ഇതിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. അതിനായിട്ട് 5 മുട്ട ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു പൊട്ടറ്റോ, അതായത് ഉരുളക്കിഴങ്ങും കൂടി ആവശ്യമായിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ 3 ഇടത്തരം സവാള, ഒരു ചെറിയ ടൊമാറ്റോ മതിയാകും, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക്, കരിവേപ്പില. ഇത്രയാണ് മെയിനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ. ഇന്നത്തെ സ്പെഷ്യൽ മുട്ടക്കറി തയ്യാറാക്കുന്നത് കുക്കറിലാണ്. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം കുക്കറിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ കുറച്ച് ഹോൾ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഹോൾ ഗരം മസാല അധികമൊന്നും ചേർക്കണ്ട. 2 ഏലം, ചെറിയ കഷ്ണം പട്ട ഈ ഒരു അളവിൽ ചേർത്താൽ മതിയാകും. അപ്പം നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. ഒന്നുകിൽ നമുക്ക് ചതച്ച് ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്താലും മതിയാകും. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. ചെറുതാണെങ്കിൽ 3 ചേർക്കുക, വലുതാണെന്നുണ്ടെങ്കിൽ 2 മതിയാകും. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണേ. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 5 പച്ചമുളകാണ് ചേർക്കുന്നത്. ഇതിൽ മുളക് പൊടി ചേർക്കില്ല, എരിവ് കൊടുക്കുന്നത് പച്ചമുളകാണ്. അപ്പോൾ നമുക്ക് എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. കരിവേപ്പില മസ്റ്റായിട്ട് ചേർക്കണം, നല്ലൊരു ഫ്ലേവർ കിട്ടും. ജസ്റ്റ് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. മുട്ടക്കറി തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒരു പൊട്ടറ്റയും കൂടെ ചേർത്ത് കൊടുക്കണേ. കുക്കറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ട് കുക്കായി കിട്ടും. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ മഞ്ഞൾപ്പൊടി കുറച്ചളവിൽ ചേർക്കുന്നത്, അതുകൊണ്ടാണ് 2 പ്രാവശ്യമായിട്ട് ചേർത്തത്. ഇതിൽ മുളക് പൊടി ചേർക്കില്ല, പകരം മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നിറച്ചെടുക്കണേ. 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതായത് നമ്മൾ ചേർത്ത ഒരു മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. ഇത് വേകാനായിട്ട് 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചെടുക്കുക. അധികം വെള്ളം ഒഴിക്കേണ്ട, കാരണം ഉള്ളിയിൽ നിന്ന് തന്നെ വെള്ളം നന്നായിട്ട് നിറങ്ങും. ഇനി ലിഡ് അടച്ചതിന് ശേഷം 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക. ഉള്ളിയും ഉരുളക്കിഴങ്ങും വേകുന്ന സമയത്ത് തന്നെ ഇതിനാവശ്യമുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കാം. നമ്മൾ സാധാരണ മുട്ടക്കറി തയ്യാറാക്കുമ്പോൾ തേങ്ങാപ്പാലല്ലേ ചേർക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ തേങ്ങാപ്പാലല്ല ചേർക്കുന്നത്. പകരം ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ്, അതായത് ഒരു 6 മുതൽ 7 അണ്ടിപ്പരിപ്പ് കുറച്ച് നേരം വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1/2 കപ്പ് നാളികേരം കൂടി ചേർത്ത് കൊടുക്കുക. 1/2 കപ്പിൽ 3/4 ഭാഗം നാളികേരം മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിൽ വളരെ കുറച്ച് നാളികേരം മാത്രം മതിയാകും, അതും കൂടി ചേർത്ത് കൊടുക്കുക. 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം, അതായത് നമ്മൾ ഗരം മസാലയിലേക്ക് ചേർക്കുന്ന വലിയ ജീരകമാണ് ചേർക്കേണ്ടത്. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കുക. അങ്ങനെ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു ക്രീമി ടെക്സ്ചറായിരിക്കും ഈ ഒരു അരപ്പിന് കിട്ടുക. ഈ സമയത്ത് തന്നെ കുക്കറിൽ വിസിൽ വന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണെങ്കിൽ 2 വിസിൽ മതിയാകും. ഇനി ഇതിൻ്റെ പ്രഷർ പോകാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഒരു സ്പെഷ്യൽ മുട്ടക്കറിയുടെ കൂടെ സെർവ് ചെയ്യുന്നത് ഗോതമ്പ് പാലപ്പമാണ്. ഇപ്പോൾ പാലപ്പത്തിൻ്റെ മാവ് തലേദിവസം രാത്രി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ വളരെ കുറച്ച് ഈസ്റ്റ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി റെഡിയാക്കി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഉള്ളിയും ഉരുളക്കിഴങ്ങും പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അധികം വെള്ളം ഒഴിക്കേണ്ട, മാക്സിമം ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതിയാകും. ഈ ഒരു കറി കടായിലോട്ട് മാറ്റുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണം നിർബന്ധമില്ല, എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ മാറ്റിയത്. സ്പൂണിൻ്റെ ബാക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഒരു 3-4 പീസ് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ കറി കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടും. ചൂടോടെ തന്നെ ആക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. ഇപ്പോൾ ഫ്ലെയിം ഓണാക്കിയിട്ടില്ല കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കുക. മിക്സി കഴുകി കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ ഗ്രേവിക്ക് ആവശ്യമുള്ളത് അതനുസരിച്ച് വെള്ളം ചേർക്കുക. ഇത് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ കാണുമ്പോൾ കറിയിൽ മസാല തീരെ കുറഞ്ഞു എന്ന് തോന്നുന്നില്ലേ? പക്ഷേ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ കറക്റ്റ് പാകത്തിനായിരിക്കും. ഇതിലോട്ട് 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി വയ്ക്കുക. ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ടൊമാറ്റോ ഒരു പകുതി ടൊമാറ്റോ മാത്രമേ ചേർത്തിട്ടുള്ളൂ. ടൊമാറ്റോ ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ടൊമാറ്റോ ചേർത്തത്. ഫ്ലെയിം തീരെ സിമ്മിലാക്കി വെക്കണേ. ഇനി ഒരു 3 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അന്നേരം ടൊമാറ്റോ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും.
അങ്ങനെ അടച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ലിഡ് ഓപ്പണാക്കി നോക്കാം. ഇപ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്. അതായത് അരപ്പിൽ നമ്മൾ പെരുംജീരകം കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ മണമാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ടൊമാറ്റോയും ഒത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല. ഈ ഒരു പാകത്തിന് ടൊമാറ്റോ വെന്ത് കിട്ടിയാൽ മതിയാക്കും. ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഈ ഒരു കറി ഒത്തിരി അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴും ഫ്ലെയിം സിമ്മിലാണ് വച്ചേക്കുന്നത്. അപ്പോൾ ചെറിയൊരു തിള വന്നാൽ മാത്രം മതിയാകും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മുട്ട ഇതുപോലെ ഒന്ന് വരഞ്ഞതിന് ശേഷം കറിയിലോട്ട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ മുട്ടയ്ക്കുള്ളിൽ മസാല നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും. ഇനി കുറച്ച് കരിവേപ്പില കൊണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം മെല്ലെ ഒന്ന് ഇനി മിക്സാക്കി കൊടുക്കുക. ആ ഒരു ഗ്രേവി മുട്ടയുടെ മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ മുട്ടക്കറി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ, അടിപൊളി ടേസ്റ്റാണ്. ഇനി ഒരു 2 മിനിറ്റും കൂടി അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടും. കറക്റ്റ് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. അധികം നേരം വെക്കേണ്ട. കറി അങ്ങ് അധികം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കറി നോക്കുക, അതിൻ്റെ കളറ് മസാലയൊക്കെ പാകത്തിനായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു റെസിപ്പി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പറ്റുകയാണെങ്കിൽ ലൈക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഒന്നും കൂടി ഒന്ന് ഉപ്പ് നോക്കിയിട്ടുണ്ട്. എല്ലാം പാകത്തിനാണ്. അടിപൊളി ടേസ്റ്റാണ്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി ഈ കറി കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് താളിച്ചും കൂടി ചേർക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം 3 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇത് കുറച്ചും കൂടി ഒന്ന് സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൂടെ തന്നെ കരിവേപ്പില, വറ്റൽമുളക് ഇവ നന്നായിട്ടൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ചൂടോടെ തന്നെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു 5 മിനിറ്റ് ലിഡ് അടച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. കറി റെഡിയായി കഴിഞ്ഞാൽ അപ്പം തയ്യാറാക്കാം. ഗോതമ്പ് പാലപ്പം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. നല്ലൊരു കോമ്പിനേഷനാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് അപ്പമാണ്. ഇപ്പോൾ കറിയുടെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. നോക്കൂ, നല്ല കുറുകിയ ചാറോട് കൂടിയുള്ളൊരു മുട്ടക്കറിയാണ്. ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മൾ സാധാരണ മുട്ടക്കറി തയ്യാറാക്കുന്നതിനെക്കാട്ടിലും കുറച്ചും കൂടി സ്പെഷ്യലും ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന മുട്ടക്കറിയല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് ഗോതമ്പ് പാലപ്പമാണ്. ഗോതമ്പ് പാലപ്പവും ഈ ഒരു മുട്ടക്കറിയും നല്ലൊരു കോമ്പിനേഷനാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സ് ഫാമിലിയായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എനിക്ക് വളരെ ഇഷ്ടമാട്ടോ ഈ ഒരു കോമ്പിനേഷൻ. പറ്റുന്ന പോലെ സന്തോഷിച്ചിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്